മനുഷ്യാധ്വാനത്തിന് പകരമായി AI ഉപയോഗിക്കാമെന്ന വൻ അവകാശവാദങ്ങളുമായി പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. തൊഴിൽ മേഖലയിൽ ചിലത് പൂർണ്ണമായും യാന്ത്രികവൽക്കരിക്കപ്പെടുമ്പോൾ മറ്റുള്ളവ AI സഹായത്തോടെ നവീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ലോകത്തെ പ്രമുഖ കമ്പനികളെല്ലാം തങ്ങളുടെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് പകരം AI ഏജന്റുകളെ നിയോഗിക്കുന്നതായി വൻ തുകയാണ് നിക്ഷേപിക്കുന്നത്. വരും നാളുകളിൽ സങ്കീർണമായ തൊഴിലുകൾ വരെ സ്വയം ചെയ്യാൻ ശേഷിയുള്ള വെർച്വൽ തൊഴിലാളികൾ എത്തുന്നത് തൊഴിൽ വിപണിയെ സാരമായി ബാധിക്കുമെന്നാണ് നൊബേൽ പുരസ്കാര ജേതാക്കളായ സാമ്പത്തിക വിദഗ്ധരടക്കം നൽകുന്ന മുന്നറിയിപ്പ്. നേരത്തെ മനുഷ്യർ മണിക്കൂറുകൾ എടുത്ത് ചെയ്തിരുന്ന സോഫ്റ്റ്വെയർ കോഡിംഗ് പോലുള്ള സങ്കീർണമായ ജോലികൾ മിനിറ്റുകൾക്കുള്ളിൽ പൂർത്തിയാക്കാൻ വൻകിട ലാംഗ്വേജ് മോഡലുകൾക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. 3 വർഷം മുൻപ് ലളിതമായ ജോലികൾ മാത്രം ചെയ്തിരുന്ന AI ഇന്ന് ക്രിപ്റ്റോ കറൻസി കരാറുകളിലെ പിഴവുകൾ കണ്ടെത്താനും പുതിയ മാതൃകകൾ വികസിപ്പിക്കാനും തക്കവണ്ണം പ്രാപ്തി കൈവരിച്ചു കഴിഞ്ഞു. സോഫ്റ്റ്വെയർ വികസനത്തിന് പുറമെ സാമ്പത്തിക വിശകലനം, നിയമസഹായം, ക്രിയേറ്റീവ് രംഗത്തെ ആദ്യഘട്ട ജോലികൾ എന്നിവയിലെല്ലാം ഇതേ മാറ്റമാണ് ദൃശ്യമാകുന്നത്. തൊഴിൽ രംഗത്തുണ്ടായ ഈ മാറ്റം യുവതലമുറയെയാണ് കൂടുതൽ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. ChatGPTയുടെ വരവോടെ 22 മുതൽ 25 വയസ്സ് വരെയുള്ള യുവാക്കളുടെ തൊഴിലവസരങ്ങളിൽ ആഗോളതലത്തിൽ 2.7% കുറവുണ്ടായതായി സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഫിനാൻസ്, സോഫ്റ്റ്വെയർ, ക്രിയേറ്റീവ് മേഖലകൾ തുടങ്ങിയ AI സ്വാധീനം കൂടുതലുള്ള രംഗങ്ങളിൽ ഈ ഇടിവ് 12.8% വരെയായി ഉയർന്നു. വികസിത രാജ്യങ്ങളിലെ ഓൺലൈൻ തൊഴിൽ പരസ്യങ്ങളിലും ഇതിന് ആനുപാതികമായി വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. AI ഉപയോഗം അളക്കുന്ന ടോക്കണുകളുടെ അളവിൽ സമീപകാലത്ത് വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജോലികൾ സ്വയം നിർവഹിക്കുന്ന ഏജന്റിക് ആവശ്യങ്ങൾക്കായി കോടിക്കണക്കിന് ടോക്കണുകൾ കമ്പനികൾ ഉപയോഗിച്ചു വരുന്നു. എന്നാൽ ഇതിനായി ഭീമമായ തുക ചെലവാക്കേണ്ടി വരുന്നത് പല പ്രമുഖ കമ്പനികളെയും നിലവിൽ AI ഉപയോഗം നിയന്ത്രിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. മനുഷ്യ തൊഴിലാളികളെക്കാൾ ചെലവേറിയതായി വെർച്വൽ തൊഴിലാളികൾ മാറുമ്പോൾ പൂർണ്ണമായ യാന്ത്രികവൽക്കരണത്തിന് ചില സാമ്പത്തിക പരിമിതികളുണ്ടെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പാശ്ചാത്യ കമ്പനികൾ ഉൾപ്പെടെയുള്ളവ വിപണിയിൽ സൗജന്യമായി ലഭ്യമാകുന്ന വില കുറഞ്ഞ ചൈനീസ് AI മോഡലുകളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. AI തൊഴിൽ രംഗത്ത് ഉണ്ടാക്കാൻ പോകുന്ന യഥാർത്ഥ ആഘാതത്തെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ നിഗമനത്തിലെത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും പരമ്പരാഗത തൊഴിൽ മാതൃകകളെ അതേ വേരോടെ പിഴുതെറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. തൊഴിൽ വിപണിയിലെ ഈ വേഗമേറിയ പരിവർത്തനം ആഗോള സാമ്പത്തിക രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് വഴി തുറക്കും. ചുരുക്കത്തിൽ സാങ്കേതിക വിദ്യയുടെ അതിവേഗ വളർച്ച കമ്പനികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും പരമ്പരാഗത തൊഴിൽ വിപണിയുടെ അടിത്തറ തന്നെ ഇളക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. സങ്കീർണമായ ജോലികൾ പോലും നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്യാൻ ശേഷിയുള്ള AI ഏജന്റുകളുടെ ആഗമനം ഏറ്റവും കൂടുതൽ പ്രഹരമേൽപ്പിക്കുന്നത് കരിയർ ആരംഭിക്കാൻ നിൽക്കുന്ന യുവതലമുറയെ തന്നെയാണ്. AI ടോക്കണുകളുടെ അമിത ചെലവ് കാരണം പല കമ്പനികളും താൽക്കാലികമായി നിയന്ത്രണം ഏർപ്പെടുത്തുകയും വില കുറഞ്ഞ ചൈനീസ് മോഡലുകളിലേക്ക് തിരികുകയും ചെയ്യുന്നുണ്ടെങ്കിലും മനുഷ്യാധ്വാനത്തെ AI ഏജന്റുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രക്രിയ തടയാനാവാത്ത വിധം മുന്നേറുകയാണ്. വരും നാളുകളിൽ AI സാങ്കേതിക വിദ്യയോടൊപ്പം സ്വയം നവീകരിക്കപ്പെടാത്ത തൊഴിൽ ശക്തിക്ക് വിപണിയിൽ നിലനിൽപ്പുണ്ടാകില്ലെന്ന മുന്നറിയിപ്പാണ് സാമ്പത്തിക വിദഗ്ധരും ഈ ആഗോള പഠനങ്ങളും തരുന്നത്.